സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ പിന്നെയും ഞാൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കങ്ങനെ അധികം നാൾ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. ദിലീപ് ഏട്ടൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം എടുത്ത് കന്നഡയെ കൊണ്ടിട്ട് ചക്കക്കുരു നിന്ന് പൊട്ടിക്കും പോലെ പൊട്ടിക്കുന്ന ആളാണ് ജഗ്ഗേഷ്. ഇയാൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു പടം കണ്ടു ഇയാളുടെ. നമ്മുടെ മൈ ബോസ് ഇല്ലേ, അതിനെ ഇയാൾ തൂക്കിയെന്ന് വെച്ചാൽ എനിക്കിതിനെപ്പറ്റി ആലോചിക്കാൻ വയ്യേ. എന്തൊക്കെയായാലും എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര പ്രാവശ്യം ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം, ഓക്കെ? മാത്രമല്ല, ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യണം. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാൻ നോക്കുക, പിന്നെ കുറച്ച് പേരിലേക്ക് കൂടെ എത്തിക്കാൻ നോക്കുക. സോ വീട്ടിലേക്ക് കിടക്കുക. സോ പടം തുടങ്ങുമ്പം നായകൻ്റെ ഇൻട്രോയൊക്കെ നമുക്ക് മലയാളത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു കാഷ്വൽ ഇൻട്രോ ആണെങ്കിൽ, നായികയുടെ കാര്യത്തിലോട്ട് വരുമ്പം അത് ഭയങ്കര വ്യത്യാസമുണ്ട്. കണ്ടു നോക്ക്. ഇത് സിനിമയിലെ വില്ലൻ്റെ ഇൻട്രോ അല്ല, നായകരുടെ ഇൻട്രോ ആണ്. എനിക്ക് എന്തൊക്കെയാണ് 100% ഉറപ്പാണ് ഇത് ഏതാ ഹിന്ദി സീരിയലിൽ നിന്ന് ചുരണ്ടിയതാണ്. പിന്നെ മൈ ബോസ് പടത്തിൽ ദിലീപ് ഏട്ടൻ്റെയും ഷാജുൻ ചേട്ടൻ്റെയും കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. கிடைச்ச வண்டியில் ஏறி நினச்ச இடத்துக்கு போக முடியாதுங்க. நமக்கான ட்ரெயின் வரணும்னா நாம கொஞ்ச நேரம் അതൊക്കെ ഇതിലോട്ട് വരുമ്പോഴ് നനച്ച വണ്ടി കയറിയിട്ട് അതല്ല, സോറി, നനച്ച വണ്ടി ഈ പടത്തിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നശിപ്പിച്ച് വെച്ചേക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലായിക്കോളും. പിന്നെ നമ്മുടെ മനു ഒരു സോറി പ്രതീക്ഷിച്ച് ഓഫീസിലോട്ട് പോകുന്ന ഒരു സീനുണ്ട്. Sorry for whatever I've said and done. മാഡം സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ സില്ലി തിങ്. ഞാനത് എപ്പോഴേ മറന്നു. ഇതിൽ വരുമ്പോൾ അതൊരു പാട്ടായി മാറി. ആ പാട്ടാണെങ്കിൽ ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിഞ്ച് പാട്ട്. കേട്ടു നോക്ക്. ലിപ് സിങ്ക്. മിസ്റ്റർ മനു, what are you doing there, you buffoon? ബാഗും തൂക്കി വരുന്ന പ്രിയയെ എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ദിലീപ് ഏട്ടൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഇതേ സെയിം സാധനം കന്നഡയിലേക്ക് വരുമ്പോ ಬಾಳಲ್ಲಿ ಕನ್ನಡಾಂಗ್ ಚಿನ್ನ ಬಾಳಲ್ಲಿ ಈ ರಾತ್ರಿ ಬರದು ಇನ್ನೆಂದು ಕನಸೆಲ್ಲ ನನಸಾಗಿದೆ. ಏನ್ ಮಾಡೋದೀಗ? You can do this. ಏ ಬನ್ನಿ ಬನ್ನಿ ಮೆಲ್ಲಿಗೆ ಬಿಲ್ಡಪ್. ನೋಡಿ ನೋಡಿ ಬೆಳಗೊರೆ. ಹುಷಾರು. ಆಫೀಸಲ್ಲಿ ಬಿಲ್ಡಪ್ ಕೊಟ್ಟಂಗಲ್ಲ, ಇದು ಹಳ್ಳಿ. എനിക്ക് തോന്നുന്നു ഈ ഡയലോഗ്സ് ഒക്കെ ഫിലിം ഷൂട്ട് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൊടുക്കുന്നത് ഡബ് ചെയ്യാൻ വേണ്ടി. അതിന് മുന്നേ വരെ ഇവരോട് ചവയ്ക്കാൻ പറയുമായിരിക്കും. കണ്ടില്ലേ? ಆಫೀಸಲ್ಲಿ ಬಿಲ್ಡಪ್ ಕೊಟ್ಟಂಗಲ್ಲ, ಇದು ಹಳ್ಳಿ. ನಾನು ಹೋದ್ಮೇಲೆ ನಿಂತೋಯ್ತಪ್ಪ. ನೀ ಅಲ್ಲಿಗೆ ಹೋದ್ಮೇಲೆ ಮಳೆನೂ ಆಗಲ್ಲ, ಬೆಳೆನೂ ಬೆಳೆಯಲ್ಲ ಅಂತ ಗೊತ್ತು. ಸರಿ, ಬರ್ತೇನೆ. ഈ സീൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 1960 കോളേജ് റീയൂണിയൻ ആണെന്ന്. സത്യം പറഞ്ഞാൽ അതല്ല. ഈ സീനാണ്. ഈ സീൻ അച്ഛനും അമ്മയും മോനും അവര്. നമ്മുടെ മലയാളം മൈ ബോസിൽ പ്രിയയും മനുവും പിന്നെ ഫാമിലിയും കൂടെ ഒന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സീനുണ്ട്. അതില് നമ്മളെ മലയാളം ഡയറക്ടർ വിചാരിച്ചത് മനു എങ്ങനെയെങ്കിലും പ്രിയയെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫുഡ് കഴിക്കണം. അങ്ങനെയാണ് മലയാളത്തിൽ അവർ ഉദ്ദേശിച്ചതെങ്കിൽ കന്നഡയിലേക്ക് വരുമ്പോ ചേട്ടാ നമ്മൾ ഇതിലോട്ട് വരുമ്പോഴേ പ്രിയയ്ക്ക് മാത്രമല്ല കാണുന്ന ജനങ്ങൾക്കും എനിക്കും തനിക്കും ക്യാമറമാനും എഡിറ്ററിനും എല്ലാവർക്കും വാള് വെക്കാൻ തോന്നണം. ഓക്കെ, അതുപോലെ ചെയ്യാൻ പറ്റുമോ? സെറ്റ് അടുത്ത ആഴ്ച നമുക്ക് എഡിറ്ററിന്റെ സഞ്ജയനം ഉണ്ടാവും. അല്ല, ഇതൊരു 2-3 വർഷം കാണുമ്പോൾ തന്നെ അയാൾ മരിക്കും. പിന്നെ അടുത്ത സീനില് നമ്മളെ മറ്റേ ബെഡ്റൂം സീന്
ദിലീപേട്ടൻ വളരെ നാച്ചുറലായിട്ടും കോമഡി ആയിട്ടും ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടാണ് ചെയ്തത്. ഇയാൾ ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ಏನ್ ಮಾಡ್ತೀರಾ മടുത്ത് വയ്യ, ഞാൻ മതിയാക്കി. നീ ഇവിടെ ഈ വീഡിയോ തീരും. ഓക്കെ, എനിക്കണ്ട് പറ്റൂല ഇനി. പിന്നെ ഈ സീൻ PSC പാസ്സായതുകൊണ്ട് അച്ഛൻ മോളോട് കാണിക്കുന്ന സ്നേഹമല്ല, റൊമാൻസാ. ഇതൊന്നും എന്നെ കൊണ്ട് കാണാൻ പറ്റൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. റോസ്റ്റ് വീഡിയോസ് നമുക്ക് തന്നെ ഇറക്കിക്കൊണ്ടിരിക്കാം. സോ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിന്ന് ഇപ്പോഴത്തെ വീഡിയോ ഇമ്പ്രൂവ് ആണോ അല്ലയോ അതോ ഡൗൺ ആയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ പിന്നെയും കാണാം. ബൈ.